ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 7 വാക്യങ്ങൾ 2 മുതൽ. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം. ഗിദെയോൻ അവരെ പരിശോധിച്ചു. 20,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞു, ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ. ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം. മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിക്കുന്നവർ 300 പേരായിരുന്നു. മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. മിദ്യാൻകാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു. 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിയരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. ദൈവ വചനമാണ് നാം ശ്രവിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവം സ്നേഹവാനായ ദൈവമാണ്. ദൈവം കരുതുന്ന, സംരക്ഷിക്കുന്ന ദൈവമാണ്. എന്നാൽ വേദപുസ്തകം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്, ഇതിലെ സംഭവങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, പ്രബോധനത്തിനു വേണ്ടി, ശാസനത്തിനു വേണ്ടി, തെറ്റുതിരുത്തലിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ സംഭവത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതാണ്: ഇസ്രായേൽ മക്കള് അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് തന്റെ ശക്തമായ കരം നീട്ടി അത്ഭുതകരമായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഇസ്രായേൽ മക്കളെ ദൈവം മോചിപ്പിച്ച കാനാൻ ദേശത്ത്, വാഗ്ദത്ത ഭൂമിയില്, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയില് ദൈവം അവരെ കൊണ്ടുവന്നു. ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ച് അവരെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും ശ്രേഷ്ഠമായ ഒരു ജനതയാക്കി ദൈവം മാറ്റി. എന്നാൽ ദൈവത്തെ പിൻപറ്റുന്നതില്, ദൈവത്തെ സേവിക്കുന്നതില് ഇസ്രായേൽ ജനം കൂടെ കൂടെ വീഴ്ച വരുത്തി. അങ്ങനെ ഇസ്രായേൽ മക്കള് നന്മ അനുഭവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അന്യ ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവരെ വീണ്ടും ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കള് ഇപ്പോൾ മിദ്യാൻകാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ മക്കള് മിദ്യാൻകാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ മിദ്യാൻകാർ വന്ന് ഇസ്രായേൽ മക്കളെ വിത്ത് വിതച്ചു കഴിയുമ്പോൾ, ആ വിത്ത് വളർന്ന് കൊയ്യാറാകുമ്പോൾ മിദ്യാൻകാർ വന്ന് വിളവ് എല്ലാം നശിപ്പിച്ചു കഴിയും. അങ്ങനെ ഇസ്രായേൽ മക്കള് മിദ്യാൻകാരെ ഭയപ്പെട്ട് മാളങ്ങളില്, ഗുഹകളില് ഒക്കെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു കാലമാണ്. ആ കാലത്ത് അവർക്ക് ഭക്ഷിക്കുവാൻ തന്നെ അധികം ഭക്ഷണമില്ല. അവരുടെ മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും കഷ്ടപ്പാട് വന്നപ്പോൾ ഇസ്രായേൽ മക്കള് വീണ്ടും ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവത്തോട് നിലവിളിച്ചപ്പോൾ തന്റെ ജനത്തിന്റെ നിലവിളി കേട്ട് മനസ്സലിവുള്ളവനായ ദൈവം, സ്നേഹവാനായ ദൈവം, കരുണാമയനായ ദൈവം അവരെ രക്ഷിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ ഗിദെയോന്റെ അരികിൽ ദൈവം ഒരു ദൂതനെ അയച്ച് ഗിദെയോനെ
ദൈവം തിരഞ്ഞെടുക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഗിദെയോൻ പറയുകയാണ്, അയ്യോ, ഞാൻ നിസ്സാരനായ ഒരുവനാണ്, ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഗിദെയോനെ ദൈവം ബലപ്പെടുത്തിയതിനു ശേഷം ഗിദെയോന്റെ കൂടെ പോകുവാനായിട്ട് കുറച്ചുപേരെ തെരഞ്ഞെടുത്ത ഒരു രംഗമാണ് നാം കണ്ടത്. അങ്ങനെ ഗിദെയോനെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗിദെയോൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, മിദ്യാൻകാർക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഗിദെയോൻ പറഞ്ഞപ്പോൾ 30,000 പേര് തയ്യാറായി വരികയാണ്. അങ്ങനെ 30,000 പേർ തയ്യാറായി വന്നപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇത്രയും പേര് പോയി യുദ്ധം ചെയ്താൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ പറയുവാൻ സാധ്യതയുണ്ട്, വീമ്പടിക്കുവാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ തന്നെ യുദ്ധം ചെയ്ത് ജയിച്ചു എന്ന്. വീമ്പടിക്കുന്നവരെ ദൈവത്തിന് താല്പര്യമില്ല. വീമ്പടി ദൈവത്തിന് എതിരാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ സ്വർഗത്തിനെതിരെ കൊമ്പുയർത്തരുതേ എന്ന്. വീമ്പടിക്കുന്നവരെ ദൈവത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് വീമ്പടിക്കാതിരിക്കുവാനായിട്ട് ദൈവം പറയുകയാണ്, ഇവരിൽ നിന്ന് കുറച്ചുപേരെ മാറ്റി നിർത്തും. എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? ദൈവം പറയുകയാണ്, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഭയമുള്ളവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പിന്തിരിഞ്ഞ് പൊക്കോട്ടെ. അങ്ങനെ ഭയമുള്ളവർ പിന്തിരിഞ്ഞു പോകുവാൻ പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്, ഭയമുള്ളവർ കൂടെ വന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവർ മറ്റുള്ളവരെ കൂടി ഭയപ്പെടുത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ദൈവം പറയുകയാണ്, ഭയമുള്ളവര് പിന്തിരിഞ്ഞു പൊക്കോട്ടെ. അങ്ങനെ പറയുമ്പോൾ 20,000 പേര് തിരിച്ചു പോവുകയാണ്. പിന്നെ ശേഷിക്കുന്നത് 10,000 പേരാണ്. അപ്പോഴും പറയുകയാണ് ദൈവം, 10,000 പേര് അധികമാണ് എന്ന്. അതുകൊണ്ട് ദൈവം വീണ്ടും പറയുകയാണ്, അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക, ഞാൻ പരിശോധിക്കാം അവരെ. ആര് നിന്നോടുകൂടെ പോരട്ടെ എന്ന് പറയുന്നവർ മാത്രം വന്നാൽ മതി, അല്ലാത്തവരെ തിരികെ പൊക്കോട്ടെ. അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ 300 പേരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് യുദ്ധം ചെയ്യുവാനായിട്ട്. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. എന്തുകൊണ്ടാണ് നാം ഈ വിഷയം ഇപ്പോൾ ചിന്തിക്കുന്നത്? ദൈവമായ കർത്താവിന് ഒരു കാര്യം ചെയ്യുവാനായിട്ട് അധികം ആളുകളെ ആവശ്യമില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ ആരും അഹങ്കരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ എല്ലാവരും ആരാധിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ ആരും അഹങ്കരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കുറച്ചുപേരെ തിരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യം ഇതാണ്, അവർ വിജയിച്ചു കഴിയുമ്പോൾ അവർ മാനവും മഹത്വവും ദൈവത്തിന് കരയറ്റം. ദൈവമാണ് ഞങ്ങളെ സഹായിച്ചത് എന്ന് അവർ പറയണം. അതിനു വേണ്ടിയാണ്. ഇപ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരാലയം പണിയുവാനായിട്ട് ഒരാളെ ദൈവത്തിന് ഉയർത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരാളെ ഉയർത്തിയാല് മറ്റാർക്കും അതിനകത്ത് പിന്നെ പങ്കില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കള് എല്ലാവരും അതിൽ പങ്കാളികളാകും. നമ്മെ എല്ലാവരെയും പങ്കാളികളാക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ആരോഗ്യം തന്ന ദൈവം, ജോലി തന്ന ദൈവം, സാഹചര്യങ്ങൾ തന്ന ദൈവം, എല്ലാത്തിലും സമൃദ്ധി ഉണ്ടാകുമ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ വർദ്ധിച്ച സന്തോഷത്തോടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. തന്റെ എല്ലാ മക്കളും ദൈവത്തെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമായിരിക്കണം. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ആരെയും മാറ്റി നിർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് സ്വയമേ തീരുമാനിച്ച് ചിന്തിച്ച് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ വേദപുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത് ഇത് ഒരു പാഠമായിട്ട് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചത് നാം ഓരോരുത്തരും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്. അതുകൊണ്ട് നാം പിന്മാറ്റക്കാരാകാതെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സാമർഥ്യവും ശുഷ്കാന്തിയുമുള്ളവരുമായിട്ട് ദൈവവേല ചെയ്യുവാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അങ്ങനെ ദൈവനാമത്തിന് വലിയ മഹത്വം കരയേറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിച്ചത്, ദൈവം നമ്മെ ഈ രാജ്യത്താക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ
സാക്ഷികളായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോട് ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആരും ഈ ദേവാലയ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറരുത്. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.